സഹായം അതിസുന്ദരമന്ദഹാസം വദാലയേശം അനിശം മമ ഹൃദി ഭവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. പണിയിൽ കാവിലമ്മക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വനദുർഗാദേവി ക്ഷേത്രത്തിലെ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ 1ാം ദിവസം മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അപ്പൊ അതിനെ ഇനി ഒന്ന് ആവുന്നത് പോലെ നോക്കി കാണുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം. ഭാഗവതം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആനന്ദ അനുഭൂതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആനന്ദ അനുഭൂതി എന്ന് പറയുമ്പോൾ എല്ലാവിധത്തിലുമുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാൻ, സുഖത്തെ അനുഭവിക്കാനല്ല, ആനന്ദത്തെ അനുഭവിക്കാനാണ്. ഈ ആനന്ദ അനുഭൂതി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മറ്റൊന്നും ഇല്ല എന്നാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആനന്ദ അനുഭൂതിയെ അനുഭവിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. പക്ഷെ ഇന്ന് നമ്മൾ കൂടുതലും അതിനെ ഒരു ആലങ്കാരികമാക്കിക്കൊണ്ട് കൂടുതൽ അതുകളിൽ ഓരോന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനും കാതിനും ഒക്കെ ഇമ്പമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിട്ട് മാറ്റിയതുകൊണ്ട് നമുക്ക് വേണ്ടവണ്ണം ഭാഗവതത്തെ അറിയാനോ ഉൾക്കൊള്ളാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. ഭാഗവതത്തിന്റെ പരമമായ ലക്ഷ്യം മോക്ഷത്തിലേക്ക് ഒരു ജീവനെ എത്തിക്കുക, അതല്ലെങ്കിൽ ഭഗവത് പാതാരവിന്ദങ്ങളിലേക്ക് ആ ജീവനെ എത്തിക്കുക എന്നതാണ്. അത് ശ്രമിക്കാനിരിക്കുമ്പോൾ സർവവിധമായിരിക്കുന്ന പ്രാപഞ്ചിക വിഷയങ്ങളെയും വിട്ടുകൊണ്ട് ഏതൊരുവനാണോ ഭാഗവതത്തെ ശ്രവിക്കുന്നത് അവന് 7ാം നാൾ മുക്തി ഉണ്ടാവും. അങ്ങനെ മുക്തി ഉണ്ടായ ആളാണ് പരീക്ഷിത് മഹാരാജാവ്. 7ാം നാള് തക്ഷകൻ കഴിച്ചു, പക്ഷെ എങ്കിലും മുക്തമായി. പിന്നെ ഈ ഉള്ളവൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ ഈ ആരും ഭാഗവതം കേൾക്കാൻ വരാത്തത് ഈ ഭാഗവത കീർത്തനത്തിന്റെ ഒരു 4ാം പാദത്തിൽ ഒരു 2 ലൈനുണ്ട്. കൊണ്ടാടുവോർക്കും ഇത് കേൾക്കുന്നവർക്കും ഉടനുണ്ടായി വരും ഗതി പരീക്ഷത്തിനെന്ന വിധം. ഈ 2 ലൈനിന്റെ അർത്ഥം പഠിച്ചുകൊണ്ടാണോ പലരും വരാത്തതെന്ന് ഞാൻ സംശയിക്കാറുണ്ട്. എന്താ കാരണം? ഇത് കൊണ്ടു നടക്കുന്നവനും ഇത് കേൾക്കുന്നവനും 7ാം ദിവസം പരീക്ഷത്തിന്റെ ഗതി ഉണ്ടാവും. എന്താ പരീക്ഷത്തിന്റെ ഗതി? 7ാം ദിവസം പരീക്ഷത്തിന് എന്ത് പറ്റി? തക്ഷകൻ കടിച്ച് ചത്തുല്ലേ? അല്ലേ? ആണോ? അപ്പൊ 7ാം ഭാഗവതം കൊണ്ടു നടക്കുന്നവനും ഭാഗവതം കേൾക്കുന്നവനും 7ാം നാൾ ആര് കഴിക്കും? തക്ഷകൻ കഴിക്കും, അവൻ ചത്തുപോകും. അപ്പൊ പാമ്പ് കടിച്ചാവും ഭാഗവതം കൊണ്ടു നടക്കുന്നവനും കേൾക്കുന്നവനും. ഇങ്ങനെയാണ് നമുക്കൊരു ധാരണ ഉള്ളില് എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് പലർക്കും ഭാഗവതം കേൾക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഇല്ല. അവിടെ പറഞ്ഞത് പാമ്പ് കടിച്ച് ചാവും എന്നല്ല, 7ാം ദിവസം
പരമമായിരിക്കുന്നത് മോക്ഷത്തെ, അത് അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമായിരിക്കുന്ന ചതുർവിധ പുരുഷാർത്ഥത്തിലെ അവസാനത്തേതായിരിക്കുന്ന മോക്ഷത്തിലേക്ക് എത്തും. പരീക്ഷിത് മഹാരാജാവിന്റെ ദേഹത്തെ തക്ഷകൻ ദംശിച്ചെങ്കിലും അതിനു മുമ്പേ പരീക്ഷിത് മഹാരാജാവ് മുക്തനായിരുന്നു. ആ മുക്ത അവസ്ഥയിലേക്ക് മരണം മുൻപിലെത്തുമ്പോഴും സന്തോഷത്തോടു കൂടി മരണത്തെ നേരിടാൻ നമുക്ക് കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ് ഭാഗവതം ചെയ്യുന്നത്. നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് എന്തിനാ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയം എന്തിനാ? ഒന്നിനെയും ഭയമില്ല. പാമ്പിനെ? ആ. വേറെ വല്ലാത്തതിനും ഭയമുണ്ടോ? വേറെ ആർക്കും ഭയമൊന്നുമില്ല. ഉണ്ടോ? പട്ടിയും ഭയം. അതെന്തിനാ ഈ പട്ടിയും പാമ്പിനെയൊക്കെ ഭയക്കണേ? അതും ഒരു ജീവിയല്ലേ? അതിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? അതെന്തിനാന്ന് ചോദിച്ചാൽ അതിനെയൊക്കെ പേടിക്കണം. അത് കടിച്ചാൽ ചിലപ്പോ ഞാനങ്ങ് മരിച്ചു പോകും എന്നുള്ള ഭയം കൊണ്ടാ അല്ലേ? പാമ്പ് കടിച്ചാലും പട്ടി കടിച്ചാലും ഒക്കെ ചിലപ്പോ. അപ്പൊ എന്തിനാ നമ്മൾ പട്ടിയെയല്ല പേടിച്ചത്, അല്ലെ പാമ്പിനെയല്ല നമ്മൾ പേടിച്ചത്, എന്തിനാ നമ്മളെ പേടിച്ചത്? മരണത്തിനെയാണ് ഭയം അല്ലേ? ഏതൊരു ജീവിക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയം. അപ്പൊ ഭാഗവതം ശ്രമിച്ചാൽ എന്താ ഗുണം? ഈ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ എന്ന സ്വരൂപം നശിക്കണില്ല എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തലാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്ന ബോധം അത് ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവ്. നമ്മളൊക്കെ ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇല്ലേ? ആണല്ലേ? നമ്മുടെ ശരീരത്തിൽ തൊട്ട് കാണിച്ചിട്ടല്ലേ പറഞ്ഞത് ഞാൻ ആരാന്ന് നിനക്ക്, ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല, ഞാൻ നിന്നെ കാണിച്ചു തരുന്നത് ഇല്ലേ? പറയാനില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഞാൻ എന്നത് ഈ ശരീരമാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറ്റണു? വേണ്ടതായ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മുക്ത അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, ഞാൻ ഒരിക്കലും നശിക്കാത്ത സത്വബോധമാണ്, ശിവസ്വരൂപമാണ്, എന്നെ ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധിക്കുന്നതല്ല എന്നൊരു ബോധത്തെ ഉള്ളിൽ ഉറപ്പിച്ചാൽ നമുക്ക് എന്തുണ്ടാവില്ല? മരണഭയം ഉണ്ടാവില്ല. ഇവിടെ ശ്രദ്ധിക്കണേ, എങ്കിലേ മനസ്സിലാവുള്ളൂ. രണ്ട് കണ്ണു ഉരുട്ടി എന്നെ ഇങ്ങനെ നോക്കി വെച്ച് മനസ്സ് അവിടെ ഇവിടെ പോയാൽ ഒന്നും മനസ്സിലാവില്ല. വളരെ ശ്രദ്ധാലുക്കളായിട്ടിരിക്കണം. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിടുക. അവിടെ വിളമ്പാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ വിടാൻ പേടിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഭക്ഷണം കഴിക്കണവരല്ലേ? എത്ര നേരം ആഹാരം കഴിക്കും സാധാരണ നിലയിൽ? എത്ര നേരം കഴിക്കും? 5 നേരമോ 6 നേരമോ? 5. ചിലപ്പോൾ 1 നേരം. അത് വല്ല വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നെന്ന് പറയുന്നുണ്ടായിരിക്കും. അന്നേരം 5 നേരത്തേക്കുള്ളത് ഒന്നിച്ചങ്ങ് കഴിക്കും ഇല്ലേ? അപ്പൊ നമ്മൾ 5 നേരം ആഹാരം കഴിക്കണതാണ്. എന്നിട്ട് നമുക്ക് എന്തോ കിട്ടി? ഈ ആഹാരം കഴിഞ്ഞിട്ട് എന്തോ കിട്ടി നമുക്ക്? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് അല്ലേ? ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടിയേ? അപ്പൊ ഇനി കുറെ ദിവസം ആഹാരം 7 ദിവസം നമുക്ക് ആഹാരം കഴിക്കാതെ നോക്കിയാലോ? പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം കേട്ടവരെ ഞാനും തന്നെ തീരുമാനിച്ചു ഭാഗവതം കേൾക്കാൻ 7 ദിവസം ആഹാരം കഴിക്കണ്ടില്ലേ.
എന്നൊന്ന് തീരുമാനിച്ചാലോ? നമ്മളിവിടെ ഇരിക്കുവോ? ഇനി വേണ്ട, ഇവിടെ ആഹാരം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഇവിടെ വരുമോ? ഭക്ഷണമൊന്നുമില്ല, ഭാഗവതം കേട്ടു പൊക്കോണം, പോയി വീട്ടിൽ പോയി ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഇവിടെ വരുമോ? വരത്തില്ല. ഇപ്പൊ കുറെ കൂടെ ആള് കണ്ടെങ്കിൽ 3 നേരം ആഹാരം കൊടുത്തിരുന്നുണ്ട്, ഇല്ലേ? ശരിയല്ലേ? രാവിലത്തെ കാപ്പി കൂടി ഇവിടെ കൊടുക്കാമെങ്കിൽ, അത്താഴം കൂടെ ആക്കാമെങ്കിൽ ഓക്കെ, നമ്മൾ അടുക്കള കൊണ്ട് വെളിയായിരുന്നില്ല, ഇല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് നമ്മൾ മാറണ്ടേ? നമ്മൾ ഈ നിത്യേന ആഹാരം ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടും നമുക്ക് ഈ ആഹാരത്തിനുള്ള ഒരു താല്പര്യം മാറണില്ല. എന്താ? നാവിനെ നമ്മൾ അടക്കാത്തത് കൊണ്ടാണ്. അപ്പൊ മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഓരോരോ ഇന്ദ്രിയങ്ങളും അടങ്ങണം. നമുക്കിവിടെ കാണാം, ശ്രീ പരീക്ഷിത് മഹാരാജാവ് സാധാരണക്കാരനായ ഒരുവനായിരുന്നില്ല, പിന്നെയോ ചക്രവർത്തിയായിരുന്നു. ഒരു ചക്രവർത്തി അനുഭവിക്കുന്നതായ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്നവനാണ് പരീക്ഷിത്. അങ്ങനെ സർവവിധമായിരിക്കുന്ന സുഖഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന പരീക്ഷിത് മഹാരാജാവിന് 7-ാം നാൾ മരണമുണ്ടാവും എന്നറിഞ്ഞ നിമിഷം തന്നെ എല്ലാം ഉപേക്ഷിച്ചു. എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചു. പട്ടുമത്തെ കിടക്കുമായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. ആഹാരം അത് വേണ്ടെന്ന് വെച്ചു. ജലം പോലും കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട്? 7-ാം നാൾ തനിക്ക് മരണമുണ്ടാവും എന്നറിഞ്ഞ നിമിഷം. നമുക്കെപ്പോഴാ മരണം? നിശ്ചയമല്ലോ. ജാതകത്തിൽ ജ്യോത്സ്യൻ എഴുതി വെച്ചിട്ടുള്ള സമയം 98-ാമത്തെ വയസ്സിനെ പോവുള്ളൂ എന്ന്. അതിനു മുമ്പ് എന്തായാലും എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഇരിക്കലേ. പക്ഷെ എപ്പോഴാണ് ഇതിനകത്തുള്ള ആ ഒരു ശബ്ദം നിലയ്ക്കാന്ന് ആരെങ്കിലും അറിഞ്ഞോ? നമ്മളും 7 ദിവസത്തിനകത്ത് പോകും. എന്താ കാരണം? ഞായർ മുതൽ ശനി വരെ എത്ര ദിവസമേ ഉള്ളൂ? 7 ദിവസമേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം പോകും, ഇല്ലേ? ആണോ അല്ലേ? അപ്പൊ നമ്മള് എപ്പോഴാ മരണം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല മര്യാദ. പക്ഷേ പരീക്ഷിത് മഹാരാജാവ് കൃത്യമായി അറിഞ്ഞിരുന്നു 7-ാം നാളെ പോവുള്ളൂ. എന്നിട്ടും പരീക്ഷിത് മഹാരാജാവ് സർവവിധമായ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് എവിടേക്ക് പോയി? ഗംഗാതീരത്തേക്ക് പോയി. ആ ഗംഗാതീരത്ത് പോയത് മാത്രമാണോ? അവിടെ ചെന്ന് പട്ടുമെത്ത ഒന്നും ഇട്ടിരുന്നില്ല. ദർഭ വിരിച്ചിട്ട് ആ ദർഭയുടെ മുകളിൽ കയറിയിരുന്നോ അവിടെ വന്ന ഋഷിവര്യന്മാരോട് ചോദിച്ച ചോദ്യമാണ്, ഈ ജീവനെ രക്ഷിക്കാൻ എന്താണ് ഉപാധി? ശരീരത്തെ രക്ഷിക്കാനല്ല, ജീവനെ രക്ഷിക്കാൻ. ഞാൻ പറയണത് വല്ല മനസ്സിലാവണത്? ഞാൻ പറയണത് മനസ്സിലാവണമെന്നോ? ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് അത് കാണുന്നില്ല. അതെന്റെ കുഴപ്പം. നിങ്ങൾ ഇങ്ങോട്ടൊരു റെസ്പോൺസും ഇല്ല. ഏതാണ്ടിനെ കണ്ട് പേടിച്ചിട്ടിരിക്കണ പോലെ നിങ്ങളുടെയൊക്കെ ഇരിപ്പ് വേണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ രൂപം മാത്രമേ ഉള്ളൂ ഭീകരം. കണ്ടാ നരസിംഹത്തെ പോലെ ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ വളരെ പാവപ്പെട്ടത് കൊണ്ട് ഭയപ്പാടൊക്കെ മാറ്റിവെക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഭയപ്പാടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഉഷാറായിട്ടിരുന്നേ, ഒന്ന് നൂന്നൊക്കെ ഇരുന്നാട്ടെ. കുഞ്ഞിനും കമന്നും ഒക്കെ കിടക്കാം, അതൊന്നും നുവർന്നിരുന്നു. ആലസ്യത്തോടുകൂടി ഭഗവത് കഥകൾ കേൾക്കാൻ പാടില്ല. അങ്ങനെ കിടന്ന് കേട്ട അടുത്ത ജന്മം പാമ്പായിട്ട് ജനിക്കും. ഈ വഴിശൈലി വൈകുന്നേരം കാണുന്ന പാമ്പല്ല, മറ്റേ എഴഞ്ഞു പോകുന്ന പാമ്പായിട്ട് തന്നെ ജനിക്കും അടുത്ത ജന്മം. കൊണ്ട് ആലസ്യത്തോടെ കൂടി കഥ കേൾക്കാൻ പാടില്ല. ഉഷാറായിട്ടിരിക്കണം. ഭഗവാന്റെ കഥ കേൾക്കാൻ വളരെ താല്പര്യം ഉണ്ടാവണം നമുക്ക്. അപ്പോഴാണ് ഞങ്ങൾക്ക് വല്ലതും പറയാൻ തോന്നുക. അല്ലേ ഞങ്ങൾ വിചാരിക്കും ഒരുമാതിരില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയാൽ മതി എന്ന് ഞങ്ങൾ വിചാരിക്കും.
അങ്ങനെ മതിയോ? എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോയാൽ മതിയോ? മതി പോരെ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊരു ഉഷാറ് കാണിച്ചില്ലേ പിന്നെ ഇങ്ങനെ ഒരാഴ്ച മുമ്പ് ഏതാണ്ട് കഴിച്ചു പട്ടിണി കിടക്കുന്ന പോലെ ആയിരിക്കുന്നു ഇപ്പൊ. അത് അവിടെ ഒഴിഞ്ഞു കിടന്നോട്ടെ, ഇവിടെ നോക്കിയാൽ മതി. ഒഴിഞ്ഞു കിടക്കുന്നെങ്കിൽ അവിടെ കിടക്കട്ടെ. നമ്മൾ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കണ്ട, ഒഴിഞ്ഞു കിടക്കണതും ഒന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളിൽ നിന്നൊരു മറുപടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ എനിക്കൊരു സന്തോഷം, അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ്. എന്നേക്കാൾ വിവരമുള്ളവരാ നിങ്ങള് ഇല്ലേ? 13 സപ്താഹം കേട്ടവരാണ് ഇല്ലേ? അത് ഞാൻ വന്നുകൊണ്ടായിരിക്കും, എന്നെ കാണാൻ അത്ര സുഖമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആള് പറഞ്ഞത്. അതുകൊണ്ട് ഭാഗവതത്തെ ശ്രവിക്കുന്നത് പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആർക്കുണ്ടായി? പരീക്ഷത്തിനുണ്ടായി. അതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജ പറഞ്ഞു, ഈ ജീവനെ രക്ഷിക്കാൻ എന്താണ് ഉപാധി എന്ന് വെച്ചാൽ അതെനിക്കൊന്ന് അറിയണം. ആ അറിവാ നമുക്ക് വേണ്ട. ഏതൊന്നൊരു അറിവാണോ നേടിയെടുത്താൽ പിന്നെ വേറൊരു തരത്തിലുള്ള അറിവും നേടേണ്ടതായിട്ടില്ലാത്തത്, അങ്ങനെ ഒരു അറിവിനെ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ ജന്മത്തിൽ നമ്മൾ നേടിയെടുക്കണം. അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും അതിനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ദിവസവും രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, വല്ലതും കഴിക്കുക, ജോലി ചെയ്യുക, രാത്രി വരിക, ഒഴിക്കുക, കഴിക്കുക, ഉറങ്ങുക. നമുക്കാകെപ്പാടെ അതേ അറിയും. രാവിലെ എഴുന്നേൽക്കുക, പ്രഭാതകർമ്മം ചെയ്യുക, ജോലിക്ക് പോവുക, കിട്ടുന്ന ശമ്പളം മേടിക്കുക, വല്ലതും മേടിക്കുക, കഴിക്കുക, ഉറങ്ങുക. പിന്നെ എന്തെങ്കിലും 2-3 എണ്ണത്തിനെ സൃഷ്ടിക്കുക. ഇത്ര മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങളായിട്ട് ജനിച്ചതിന് ശേഷം അതിദുർലഭമായി കിട്ടുന്ന ഈ ഒരു മനുഷ്യ ജന്മം, ആ ഒരു മനുഷ്യജന്മത്തെ ഇനിയൊരു ജന്മം ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി, ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ ഈ ജന്മത്തെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ വീണ്ടും 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 ഈ ദുഃഖത്തെ അനുഭവിക്കാനായിട്ട് ഈ ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ദുഃഖമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ കിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ശരീരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം മാത്രമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത്. കൂടുതലും സുഖം എന്നത് വളരെ തുച്ഛമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് എന്താന്നാ ഇങ്ങനെ പറഞ്ഞ്? ദുഃഖം. ഈ ദുഃഖത്തെ അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ടുണ്ടോ? ഓരോന്നിലും നമ്മൾ ചെന്ന് ചാടുമ്പോൾ നമ്മുടെ വിചാരം സുഖം കിട്ടും, സുഖം കിട്ടും, സുഖം കിട്ടും എന്നാണ്. പക്ഷെ ഈ സുഖം എന്താണെന്ന് വ്യക്തമായിട്ട് പോലും നമുക്ക് അറിയാനോ അനുഭവിക്കാനോ പറ്റാത്ത വിധത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയിരിക്കണം. ഇന്ന് നമുക്ക് സപ്താഹം എന്ന് കേട്ടാൽ 7 ദിവസം ഇതിനുള്ള വകയായി. അതാണ് നമ്മുടെ സപ്താഹം. അതിനോട് മാത്രമായി നമ്മുടെ ഒരു ആഭിമുഖ്യം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഇതിനെ സാഗരം എന്നാ പറയുക, സംസാരം എന്ന് പറയുന്ന സാഗരമായിട്ടാ പറയുക. ഈ നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതം ഒരു എന്താ പറയാ, ഒരു നദിയിൽപ്പെട്ട് ഒരു തോണി ഉലയുന്നത് പോലെ ഉലഞ്ഞു നടക്കുക. തുഴയാൻ നല്ലൊരു തോണിക്കാരനെ കിട്ടിയിട്ടും നമ്മൾ ആ തോണിയെ വല്ലാതെ ഉലച്ച് കളയുക ചെയ്യുന്നു.
ഭഗവാൻ എന്ന സ്വരൂപം ഉള്ളിലിരുന്ന് ഭംഗിയായ രീതിയിൽ ഈ തോണി തുഴയാൻ തയ്യാറാണെങ്കിലും നമ്മൾ ആ തോണിക്കാരനെ കൊണ്ട് തുഴയാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ കുഴപ്പമാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന സുഹൃതം അല്ലെങ്കിൽ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം നമ്മളെ ആ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? സത്സംഗങ്ങളിൽ കൂടി ഈ ജീവനെ ഏതു വിധത്തിൽ മുക്താവസ്ഥയിലേക്ക് എത്തിക്കാം എന്ന് സത്സംഗങ്ങളിൽ കൂടി പഠിക്കണം നമ്മൾ. അങ്ങനെയുള്ള സത്സംഗങ്ങളാണ് സപ്താഹയജ്ഞ വേദികൾ. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ആരെങ്കിലും വന്നിരുന്നാൽ ഇച്ചിരി നേരം കിട്ടിയ ഉടനെ ആരുടെയെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ആ സമയവും നമ്മൾ വൃഥാവിലാക്കി കളയാൻ ശ്രമിക്കും, അല്ലേ? എന്നിട്ട് പറയണ എന്താ? ഞാനോ പരമഭക്തയാണ്, എനിക്ക് അമ്പലത്തിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല സ്വാമി, വീട്ടിൽ ഇരുന്നാൽ മതി, വിളിച്ചാൽ മതി. കാവിലമ്മ കാവിലെ ഭഗവതി എന്റെ അടുത്തെത്തും, എനിക്ക് എന്റെ മനസ്സ് അതുപോലെ ശുദ്ധമാണ്. ചിലപ്പോ ചെള്ളത്തില്ലെന്ന് പറയുന്ന ചില ആൾക്കാർ പറഞ്ഞാ എന്റെ മനസ്സ് ശുദ്ധ സ്വാമി. പക്ഷെ ഞാൻ 2 ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു നേരമെങ്കിലും ആരുടെയെങ്കിലും ഒരു കുറ്റമെങ്കിലും കേൾക്കാത്ത ദിവസമുണ്ടോ? ഉണ്ടോ? ഉള്ളവരത് കൈപൊക്കിക്കേ. ഞാൻ ഒരുത്തരുടെ ഒരു കുറ്റവും ഒരു ദിവസവും കേൾക്കാറില്ല എന്നുള്ളവരത് കൈപൊക്കിക്കേ. നോക്കട്ടെ എത്ര പേരുണ്ടോ? അയ്യോ, ഞാൻ ആരുടെ ഒരു കുറ്റവും ഒരു ദിവസവും ഒരു കുറ്റം പോലും പറയാറില്ല. അങ്ങനെയുണ്ടോ? അതുമില്ല. അപ്പൊ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുകയും ചെയ്യും, മറ്റുള്ളവരുടെ കുറ്റം പറയുകയും ചെയ്യുന്ന ആളിന്റെ മനസ്സെങ്ങനെ ശുദ്ധാവണേ? അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സ് ശുദ്ധമാന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം അതല്ലയോ? സദാ സർവത്ര നാരായണ 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 ജപിച്ചു നടക്കുന്നവനാണ് നാരദൻ. അദ്ദേഹം പോലും പറയാറില്ല ഞാൻ ഭക്തനാണെന്ന്. ഒരിക്കലേ പറഞ്ഞുള്ളൂ ഭഗവാനെ ഞാൻ നിന്റെ ഭക്തനല്ലേ എന്ന്. അന്ന് പണി തീർത്തു കൊടുത്തു നാരായണൻ നാരദനെ. അതോടുകൂടി മനസ്സിലായി ഞാൻ യഥാർത്ഥത്തിൽ ഭക്തനല്ല. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രകടനങ്ങൾ കാട്ടിക്കൂട്ടി വെക്കുന്നതാണ് ഭക്തിയുടെ പേര്. നമ്മുടെ ഭക്തിയുടെ ലക്ഷണം എന്തൊക്കെയാണ്? എത്ര കുറിയുണ്ടെന്ന് എത്തിക്കുക എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ഭക്തി, അല്ലേ? ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എത്ര ദേവന്മാരും ദേവിമാരും ഇല്ലേ? വിഷ്ണുവുണ്ട്, അല്ലേ? ശിവനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്, അയ്യപ്പനുണ്ട്, ഇല്ലേ? ഗണപതി ഹോമത്തിന്റെ കരി എടുത്ത് ഏറ്റവും താഴെ, അത് കഴിയുമ്പോൾ ദേവിയുടെ കുങ്കുമം തൊട്ട് അതിന് മുകളില്, അത് കണ്ണാടിക്കകത്ത് നോക്കിയേ തൊടും. കാരണം എങ്ങാനും കുറിക്ക് വ്യത്യാസം വന്നാൽ വൃത്തിയല്ല. അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ വിഷ്ണുവിന്റെ ചന്ദനം അതിന്റെ മുകളില്, നടുക്ക് മറ്റൊരു കുറി. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സുബ്രഹ്മണ്യന്റെ അടുത്തുനിന്ന് എന്താ കിട്ടുന്നത്? ഭസ്മമാണ് കിട്ടുന്നത്, അതെടുത്ത് തൊടും. അയ്യപ്പന്റെ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതും എടുത്ത് അതിന്റെ മുകളിൽ. അവസാനം നെറ്റിക്കകത്ത് മുഴുവൻ എന്തോ ഉണ്ടാവും, ഒരു 8-10 കുറിയാണ്. കുറിയുടെ എണ്ണം നോക്കി കഴിയുമ്പോൾ ഞാൻ പരമഭക്തനാണ്. ഒരെണ്ണത്തിന് ഒരു നൂലെട പോലും നീളമോ വീതിയോ വ്യത്യാസം വരില്ല. കാരണം എന്താ? കൃത്യം കണ്ണാടിക്കകത്ത് നോക്കാറില്ല. എന്റെ വീട് 2-3 ഉണ്ട്. ഈർക്കിരി കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം കുറിക്ക് നീളം കൂടാൻ പാടില്ല. പ്രത്യേകിച്ച് ആരും നോക്കരുത്. മൂത്ത മോനായിരിക്കണേ നോക്കി അവന്റെ നെറ്റിക്കത്തെ ഒരു കുറി ഈർക്കിലുണ്ടാവില്ല. പറഞ്ഞാൽ കേൾക്കില്ല. കാരണം കൈകൊണ്ട് തൊടുന്നതിന്റെ ഗുണം എന്താന്ന് നമുക്കറിയില്ല. നമുക്കിപ്പോഴും സംശയമാണ്. അവരുടെ കുഴപ്പമില്ല. ഇന്നത്തെ ജനറേഷൻ ഏതാണ്ട് ആ ഒരു ലൈനാണ്. യോ മാർക്കീസ് ആണല്ലോ. അച്ഛനെ ഫാദറിനെ വിളിക്കും. ഫാദറിന് മുഴുവൻ വിളിക്കൂല. ഫാദർ, മാർ, ബ്രോ, ഇത്രയൊക്കെ ഉള്ളൂ.
ഇച്ചിവിടെ കഴിയുമ്പോൾ അതുപോലും കാണൂല എന്നൊക്കെ കാണും. ആ അവസ്ഥയിൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങിയാൽ ഉടനെ എന്നെ കൂടെ ഇറങ്ങിയവനാണ്. ഇപ്പൊ അമ്പലത്തിൽ പോകാൻ ചൂരിലെടുത്ത് കാഴ്ചയാലേ ഒന്നും അമ്പലത്തിൽ പോകില്ല. കുഞ്ഞുനാളിൽ ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങി അച്ഛൻ ഞാനെന്ന് പറഞ്ഞ് കയ്യെപ്പിച്ച് തൂങ്ങി വന്നോണ്ടിരുന്നാണ്. വളർന്നപ്പോൾ ഇവർക്കാർക്കും അമ്പലം വേണ്ട, നാമജപം വേണ്ട, ഈശ്വരാരാധന വേണ്ട. കാരണം നമ്മളിതൊന്നും പഠിച്ചല്ല വളരണം. നമ്മുടെ സംസ്കാരത്തെ അറിഞ്ഞല്ല നമ്മുടെ സന്തതികൾ വളരണം. അതിന്റെ കുഴപ്പമാണ്. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് വിളക്ക് കത്തിച്ചാൽ ഉടനെ അടുത്ത സാധനം ഒരെണ്ണം തുടങ്ങും. ഇല്ലേ? എന്തോന്നാ ആ TV സീരിയല്ലേ? വിളക്കത്തിച്ചാൽ അത് കാണാനിരിക്കുമോ നാമം ജപിക്കാനിരിക്കുമോ? ആ നമ്മുടെ കാര്യം കാണരുത്. TV ഇല്ലാത്തവരാണോ? അല്ല, ഉണ്ട്. കാണരുത്. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെ ശീലിക്കാൻ നാമം ജപിക്കാൻ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോധിപ്പിക്കാറുണ്ട്. നാമം ജപിച്ച് കിട്ടുന്ന ദക്ഷിണ എന്ന് പറയുന്ന ധനം കൊണ്ടാണ് അന്നമുണ്ണുന്നത് എന്നുള്ള ഓർമ്മ ഭംഗിയായിട്ട് വേണം. അല്ലാതെ കിളയ്ക്കാൻ പറ്റുന്ന കാശല്ല. നാമം ജപിച്ച് കിട്ടണ ധനം കൊണ്ടാണ് അന്നം കഴിക്കണമെന്നുള്ള ഓർമ്മ വേണം. ആ ബോധമുള്ളിലുണ്ടെങ്കിൽ ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കണം. അല്ലെ ദഹിക്കണക്കേടുണ്ടാവും. പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ നാമജപം കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദേവനെ നാമം ജപിച്ചിട്ട് എന്താ തന്നേ? വല്ലതും തന്നോ? ലോട്ടറി അടിച്ചോ? ഒന്നുമില്ല. പിന്നെന്താ? ഈശ്വരനെ ഭജിച്ചിട്ടല്ലേ നാമം ജപിച്ചിട്ട് എന്താ ഗുണം? നീ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഗുണമാണ്? ഈശ്വരന്റെ ഗുണം. നിന്റെ മിടുക്കാണോ നീ ഇങ്ങനെ ഇരിക്കണേ? അല്ലെ നീ ഇങ്ങനെ നിൽക്കണത് ആണോ? ആ കസാര എടുത്തിട്ട് അങ്ങോട്ട് പോവാ. പിന്നെ എന്തിനാ ഈ കസാര നിരത്തി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? പുറകോട്ട് കസാര വഴിയോട്ട് പോയിരിക്കാനാണോ കസാര എടുത്തോണ്ട്? പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത്? വരുന്നവര് ഓരോ കസാര എടുത്തോണ്ട് റോഡിലോട്ട് പോവാ. വല്ല കാര്യമുണ്ടോ? നമ്മൾ പുറകോട്ട് പോയി മൊത്തം പുറകോട്ട് റിവേഴ്സ് ഗിയർ മാത്രമേ ഉള്ളൂ നമുക്ക്. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടി മുഴുവൻ റിവേഴ്സാണ്. അല്ലേ? ആണോ? അല്ലേ? ആരുടെയെങ്കിലും ജീവിതം മുന്നോട്ട് ഓടുന്നുണ്ടോ? എല്ലാം പുറകോട്ടാണ് ഓടുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല, എന്തെല്ലാം ചെയ്തിട്ടോ ഇതാ ഗതിയിൽ എന്തോ ഇത് പോവാൻ അറിയുന്നല്ല. യജ്ഞശാല വരുമ്പോൾ എപ്പോഴും മുമ്പോട്ടേക്ക് കയറിയിരിക്കാം. ഒരിക്കലും പുറകോട്ട് പോയിരിക്കണം. കാരണം ഭഗവാന്റെ അടുത്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കാനാ പറയുന്നത്. ഉപാസനമല്ല ഉപവാസം എന്ന് പറയാം. അടുത്തിരിക്കണം ഭഗവാന്റെ. നമ്മൾ ഭഗവാനിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയാൽ ഭഗവാൻ 4 സ്റ്റെപ്പ് പുറകോട്ട് പോകും. നമ്മൾ ഒരു സ്റ്റെപ്പ് ഭഗവാനിലേക്ക് വെച്ചാൽ ഭഗവാൻ 9 സ്റ്റെപ്പ് മുൻപോട്ട് വരും നമ്മൾ. പക്ഷെ ഭഗവാനിലേക്ക് ചെല്ലാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവണമല്ലോ. ചോദിച്ചാൽ ഒരു മറുപടിയൊക്കെ കിട്ടിയാലല്ലേ എനിക്കൊരു സന്തോഷമുള്ളൂ. ഭക്തി എന്നത് പ്രകടനമല്ല. അതാദ്യം തിരിച്ചറിയുക. ഇച്ചിരി കൂടുതലാണ് അവരുടെ ചെവി. കാരണം എന്റെ ശബ്ദം നല്ല സുഖമുള്ളതായുണ്ട്. അവരുടെ ചെവി കൊടുത്തു, ഔട്ട് കൊടുത്തു, അകത്തൊരു ഇച്ചിരി കുറച്ചിട്ടാണ്. ഒന്നാമതില്ല പാറപ്പുറയത്തൊക്കെ ചിരട്ട കളിക്കുന്ന പോലുള്ള ശബ്ദമാണ്. അത് കേട്ടിട്ട് ചെവിയും പൊട്ടിപ്പോയാൽ നാളെ പോലെ അതുകൂടെ ഉള്ള ആൾക്കാരുടെ വരാതെ പോകും. അപ്പൊ പരീക്ഷിത മഹാരാജാവ് തനിക്ക് 7-ാം നാൾ മരണമുണ്ട് എന്ന് അറിഞ്ഞ നിമിഷം സർവവും ഉപേക്ഷിച്ച് ഗംഗാതീരത്തേക്ക് പോയി. അവിടെ എത്തിയ ഋഷിവര്യന്മാരോട് ചോദിച്ചത് തന്റെ ജീവനെ രക്ഷിക്കാൻ എന്താണ് ഉപാധി? തന്റെ ശരീരത്തെ രക്ഷിക്കാനല്ല.
സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. എന്തിനാ മരുന്ന് കഴിക്കണേ? അതറിയത്തില്ല. ഡോക്ടർ പറഞ്ഞ് കഴിക്കാൻ ഞാൻ കഴിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കണേ? സത്യത്തിൽ രോഗം മാറാനാണോ? രോഗം മാറാനാണോ? ഇന്ന് വരെ ഏതെങ്കിലും മരുന്ന് കഴിച്ച് ഏതെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ? തലവേദനയ്ക്ക് ഗുളിക കഴിച്ചപ്പോ ഷുഗർ ഉണ്ടായി. ഷുഗറിന് മരുന്ന് കഴിച്ചപ്പോ കിഡ്നി കംപ്ലൈന്റ്. അതിന് ഗുളിക കഴിച്ചപ്പോ മൊത്തം പോയി. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു 2 ദിവസത്തേക്ക് അവനെ വന്ന് ഡൗൺലോഡ് ചെയ്ത് അവിടെ വെക്കും, ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യും. ഇല്ലേ? ആണോ അല്ലേ? അങ്ങനെ അതുപോലെ രോഗത്തിന് മാറാൻ എന്തിനായി രോഗം മാറുന്നേ? രോഗം ശരീരത്തുണ്ടായ എന്താ കുഴപ്പം? എന്തിനായി രോഗം മാറേണ്ട കാര്യം എന്താ ഉള്ളത്? മാറ്റേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത്രയും കാശ് കൊടുത്ത് മരുന്ന് കുറച്ചുകൂടെ ജീവിക്കണമെന്ന് അതിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉടനെ ഒന്നും എങ്ങോട്ട് പോവണ്ട. പുള്ളിയുടെ അടുത്തോട്ട് പോവാൻ വലിയ താല്പര്യമൊന്നും നമുക്ക് ഉടനെ ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണത്. എന്താ ചെന്ന് പ്രാർത്ഥിക്ക? എന്തൊക്കെ തരണമെന്നാ ഭഗവതിയോട് പറയണേ? ശരീരസുഖം തരണം എന്ന് പറയാം, അസുഖം മാറ്റി തരണം. പിന്നെ ഒന്നുകൂടെ പറയും, വേല ചെയ്ത് ജീവിക്കാൻ ആരോഗ്യം തരണേ. പിന്നെ അവിടെയാണ് പ്രശ്നം. ആയുസ്സും ആരോഗ്യവും തരണേന്ന്. എന്തിനീ ആയുസ്സും ആരോഗ്യവും എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? അല്ലല്ല, നമുക്ക് ഇവിടുന്ന് മരിക്കാൻ താല്പര്യമില്ല എന്നർത്ഥം. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ മരണം ഉണ്ടാവുമോ? ഇല്ല. സപ്തമസ്കന്ധത്തിൽ നാളെ ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് ചോദിക്കുന്ന വരവ് ഇത് തന്നെ. എന്തോന്നാ? എനിക്ക് മരണം ഉണ്ടാവരുതെന്ന് അവരെ ഡയറക്റ്റ് ചോദിക്കും, നമ്മളൊന്ന് വളഞ്ഞു കുത്തി ചോദിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അസുരൻ ഡയറക്റ്റ് പറയും എനിക്ക് മരണം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അതിനെ ഒന്ന് ഭഗവാനെ അല്ലെ ഭഗവതിയെ പറ്റിക്കാനായിട്ടൊന്ന് വളച്ചു ചോദിക്കും, ആയുസ്സും ആരോഗ്യവും തരണേ. ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ എനിക്ക് മരണം ഉണ്ടാവില്ലേ? അപ്പൊ അതിനർത്ഥം നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോവാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പൊ ഈ മരുന്ന് കഴിക്കണതിനാ ഈ ശരീരം താഴെ വീഴാതെ നിൽക്കണം. അത്ര പെട്ടെന്നൊന്നും എനിക്ക് എന്തുണ്ടാവരുത്, മരണം ഉണ്ടാവരുത്. ഇത്രയും സുഖകരമായ ഒരു കാര്യം വേറൊന്നില്ല. ഏതുപോലെ മരണം പോലെ. മരണം പോലെ ഇത്രയും സുഖകരമായ ഒരു കാര്യം വേറെ ഇല്ല. 2 പിള്ളേർ ഒന്നിച്ചു വന്നതാ. പക്ഷെ ഒന്നിനെ നമുക്ക് ഇഷ്ടമുള്ളൂ, ഒന്നിനെ ഇഷ്ടമല്ല. ഏതിനെയാ? ജനനത്തെ ഒരു കുട്ടി, മരണം വേറൊരു കുട്ടിയാണ്. ആ ജനനം എന്ന കുട്ടിയെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ മരണം എന്ന കുട്ടിയെ നമുക്ക് ഇഷ്ടമല്ല. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ താഴെ വീഴുന്നുള്ളത് ഉറപ്പല്ലേ? ആണോ അല്ലേ? വീഴുമെന്നുള്ളത് ഉറപ്പാണ്. ഏത് നിമിഷം വേണമെങ്കിലും, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ വേണമെങ്കിലും ഇതിനകത്തിരിക്കുന്ന ആള് പുറത്തു പോകും. ഇല്ലേ? പിടിച്ചു നിർത്താൻ പറ്റുമോ? ഏതെങ്കിലും ഗുളി കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമോ? ഒന്നും ഇരിക്കില്ല. അപ്പൊ നമ്മൾ അറിയാതെ ദേഹത്ത് നിന്നും ഈ ജീവൻ വിട്ടുപോകുമെങ്കിൽ പിന്നെ എന്തിനാ മരണത്തെ ഭയക്കണം? മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഏത് നിമിഷം ഞാൻ മരിച്ചാലും ശരി, എനിക്ക് ഒന്നിനോടും യാതൊരു വിധമായ
ബന്ധവുമില്ലാത്തത് കൊണ്ട് എന്റെ ജീവൻ ഞാൻ സ്വതന്ത്രമായി പോവാൻ അനുവദിക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയണം ഈശ്വര ആരാധന കൊണ്ട്, ക്ഷേത്ര ദർശനം കൊണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു വരുമ്പം പറയണം അനായാസേന മരണം വിനാദൈനേന ജീവിതം ദേഹിമേ കൃപയാ ദുർഗേ ത്വയി ഭക്തിർ അചഞ്ചല. അമ്മയുടെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് തൊഴുതേച്ച് 5 10 അങ്ങോട്ട് കൊടുത്തേച്ച് തിരിച്ചിറങ്ങി വരുമ്പോ പറയണം ത്വയി ഭക്തിർ അചഞ്ചല. എന്തിനാ? അനായാസേന മരണം. ഒരായാസവുമില്ലാതെ ഇവിടുന്ന് പോകാൻ കഴിയണം, ദീനതയില്ലാതെ ജീവിക്കാൻ കഴിയണം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത്ര കാലം ജീവിച്ചോളാം എന്ന് ആർക്കെങ്കിലും ഉറപ്പുവല്ലോ ഉണ്ടോ? പിന്നെ ഈ കാണുന്നതെല്ലാം വാരി തിന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കിലോയാ ഒരു സപ്താഹം കഴിയുമ്പോൾ കൂടുന്നു. ഞങ്ങളൊക്കെ വരുമ്പം 10 60 കിലോയാണ്, പോകുമ്പം 10 85 കിലോയാണ്. ഈ ശരീരത്തിനെ പോഷിപ്പിക്കാനുള്ള വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിനെ പോഷിപ്പിക്കാൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉച്ചത്തിലൊന്ന് നാമം ജപിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അടുത്തിരിക്കുന്നവരെ മുഴുവൻ നോക്കും. അവിടെ കേട്ടാലോ അല്ലെ അവൻ കേട്ടാലോ നാണക്കിടല്. ഞാൻ ഇന്നിടത്ത് ഇന്നാരല്ലേ, അപ്പോൾ ഉച്ചത്തിൽ നാമം ജപിക്കാൻ നിമിഷം. എന്നിട്ട് പറയണത് ഭക്തരാണ്. ഒച്ചത്തിലൊന്ന് നാമം ജപിക്കാൻ പോലും നാണമുള്ളവൻ എങ്ങനെയാ ഭക്തരാവുക? പിടികിട്ടുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ വിശകലനം ചെയ്താൽ മതി. പരീക്ഷത്തിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പരീക്ഷത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. പരീക്ഷിത മഹാരാജാവിന് 7-ാം നാൾ മരണമുണ്ടാവുമെന്ന് അറിയാവുന്നിട്ട് പോലും അദ്ദേഹം ആ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധമായ സുഖ സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഗംഗാതീരത്തേക്ക് പോയി. എപ്പോഴാ മരണമെന്ന് അറിയാത്ത നമ്മളോ കാണുന്നതെല്ലാം തന്റേതാക്കി വെക്കാനുള്ള ഓട്ടത്തിലാണ്. എന്തിനോടെങ്കിലും ആഗ്രഹം തീർന്നിട്ടുണ്ടോ? നമുക്ക് ഉണ്ടോ? ആഗ്രഹം തീർന്നവരാരെങ്കിലും ഉണ്ടോ? എത്ര കിട്ടിയാലും മതി എന്ന് തോന്നുന്നവരുണ്ടോ? ചിലർ പറയാറുണ്ട് ഏറ്റവും മഹത്തരമായ ദാനം അന്നദാനമാണ്. കാരണം മതി എന്ന് പറയുന്നത് ആ ഒരു സാധനമേ ഉള്ളൂ എന്നാണ്. ഞാൻ ആലോചിച്ചപ്പോ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. മതിന്ന് എപ്പോഴാ പറയുക? ഇനി ഇതിനകത്തോട്ട് ഒരെണ്ണം പോലും താഴോട്ട് പോകില്ല എന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോഴാണ് മതി കുഞ്ഞെന്ന്. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ മനസ്സിലെന്തോ വിചാരിക്കും, നല്ല അവിയലുമൊക്കെ ആയിരുന്നു, ഇച്ചിരി ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാനാ വയറങ്ങ് നിറഞ്ഞു പോയി. വിശപ്പ് വരുമ്പോ ആ തൃപ്തി പോയില്ലേ? പോയോ? അതുവരെ ഉണ്ടായിരുന്ന തൃപ്തി വിശപ്പായപ്പോ വീണ്ടും ആ തൃപ്തിക്കേടുണ്ടായില്ലേ? അപ്പൊ അത് തൃപ്തമാണോ? ആണോ? അല്ല. അപ്പൊ അന്നദാനം മഹത്തരമാണ്. പക്ഷെ അവിടവും പൂർണ്ണമായ മനസ്സ് നിറഞ്ഞുകൊണ്ട് മതി എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അടുത്ത വിശപ്പ് വരുമ്പം അന്നത്തെ കുറിച്ച് നാം വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പൊ അതിനകത്ത് തൃപ്തിയുണ്ടോ? അന്ന് ആ കുറച്ച് നേരത്തേക്കുള്ള ഒരു തൃപ്തി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. നീ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അന്നം വേണ്ടാന്ന് അന്നേരം എഴുന്നേക്കുമ്പോൾ പറയുമോ, എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ എനിക്ക് നീ ശാപ്പാട് വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടോ? അപ്പൊ പിന്നെ എവിടെയാ നമുക്ക് തൃപ്തിയുള്ളത്? ഏതിലാണ് നമുക്ക് തൃപ്തിയുള്ളത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം സങ്കല്പങ്ങളായിരുന്നു ഇല്ലേ? സൽമാൻ ഖാനെ പോലുള്ള മസിലുള്ള ഭർത്താവായിരിക്കണം, കാണാൻ മോഹൻലാലിനെ പോലെ മമ്മൂട്ടിയെ പോലെ ആയിരിക്കണം ഇല്ലേ? എന്നെ എപ്പോഴും ഊഞ്ഞാലിരുത്തി ആട്ടുന്നവനായിരിക്കണം. പക്ഷെ എല്ലാം കൂടെ കഴിഞ്ഞ് വന്ന് കിട്ടിയതോ എന്റെ സ്വാമി ഒന്നും പറയണ്ട, പെട്ടുപോയതാണെന്നാ വെള്ളത്തിൽ പറയുന്നത്. തിരിച്ചതുപോലെ പുരുഷന്മാർക്ക് ഐശ്വര്യ റായി ആയിരിക്കണം ഭാര്യ. വന്നു കഴിഞ്ഞപ്പോ ഇതായിരിക്കുന്നു കരിങ്കലിന് പോലൊരു സാധനം. തൃപ്തി ഉണ്ടായോ? പിന്നെന്തുവാ? അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ സ്വാമി, എന്തോ ചെയ്യാനാണ് വന്നതിതാ. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏതൊന്നിനോടുണ്ട് തൃപ്തി? പോട്ടെ, ഇതിനകത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിള്ളാരെങ്കിലും നേരെയാ വന്നപ്പോഴായിരിക്കുന്ന പില്ലാതനും വീരപ്പനും ഒക്കെ സാധനമാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അവിടെ വല്ല തൃപ്തിയുണ്ടോ? ഇനി അവർക്കൊക്കെ ഉണ്ടായി വരുന്ന ഏത് തരത്തിലാണെന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ പിന്നെ എവിടെയാ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തൃപ്തിയുള്ളത്? ഈ തൃപ്തമല്ലാത്ത ജീവിതം എന്തിന് ഇങ്ങനെ തീർക്കണം? തൃപ്തമായിട്ട് കിട്ടിയ ആയുസ് ഒരു സെക്കൻഡ് മനസ്സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്താ അർത്ഥമുള്ള? 13 സപ്താഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയോ നമുക്ക്? ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞു, സ്വാമി 7 ദിവസത്തെ ആഹാരം കിട്ടിയാലും അത് തന്നെ ആകപ്പാടെ. ആർക്കാ ലാഭം? പച്ചക്കറി കടക്കാരനും പലചരക്ക് കടക്കാരനും. നമുക്ക് വല്ല ലാഭം? നമ്മുടെ ജീവിതത്തിന് ഒരു ലാഭവും ഉണ്ടാവുന്നില്ല എങ്കിൽ ഇതൊക്കെ എന്തിനാണെന്ന് ചിന്തിക്കണ്ടേ? വേണോ വേണ്ടിയോ? വരുന്നവരെ പോകുന്നവരെ നോക്കിയിരുന്ന ഭാഗവതം കിട്ടത്തില്ല കേട്ടോ. അവര് വരുന്നവർ അവിടെ വഴിക്ക് പോവും, നമ്മൾ നമ്മുടെ വഴിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുക. അപ്പൊ അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ഗംഗാതീരത്തിൽ ചെന്നിരുന്നപ്പോ അവിടേക്ക് കടന്നു വന്ന ആളാണ് ശ്രീശുക ബ്രഹ്മർഷി. വ്യാസന്റെ മക്കളിൽ ഒരുവനായ മഹാഭാരതത്തിൽ കൂടി 4 മക്കളെ നമുക്ക് കാണിച്ചു വരും ചതുർവിധ പുരുഷാർത്ഥത്തിന്റെ ഭാഗമായിട്ട്. എത്ര മക്കളുണ്ട് വ്യാസന്? എത്ര മക്കളുണ്ട് വ്യാസൻ എന്നാ ഞാൻ പറഞ്ഞപ്പോ? 4. ആരൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ വ്യാസന് 4 മക്കളുടെ പേര്? ആരുടെ? അല്ല, രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. ഞാൻ പറയാം. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരര്, ശുകൻ. ചതുർവിധ പുരുഷാർത്ഥത്തിന്റെ 4 പ്രതീകങ്ങളാണ്. ധർമ്മത്തിന്റെ പ്രതിരൂപമാണ് വിതുരര്. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിന് മുമ്പേ വിതുരർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. കാരണം അധർമ്മത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നത് ശരിയല്ല. കാരണം എന്താ? താൻ നിഷ്പക്ഷനായിട്ട് നിൽക്കണം, യാതൊന്നിനോടും തനിക്ക് യാതൊരുവിധ കൂറുമില്ല. ധർമ്മം അറിയാവുന്നവനായതുകൊണ്ട് അവിടെ നടക്കുന്ന അധർമ്മത്തിന് നേരെ ശക്തമായി പൊരുതേണ്ടവനാണെങ്കിലും സാഹചര്യം ശരിയല്ലാഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് മാറി ധർമ്മത്തിന്റെ പ്രതിരൂപമായിരിക്കുന്ന വിതുരര്. തന്നെയല്ല, ധർമ്മദേവനാണ് വിതുരനായിട്ട് ജന്മം കൊണ്ടത്. മാണ്ഡൂക മഹർഷിയുടെ ശാപമേറ്റത് കൊണ്ട് മാണ്ഡൂകൻ എന്ന് പറയുന്ന ഋഷിവര്യൻ യമലോകത്ത് ചെന്നപ്പോ അദ്ദേഹത്തെ ശൂലത്തെ കയറ്റിയിരുത്തി യമധർമ്മൻ. അന്ന് മാണ്ഡൂകൻ ശപിച്ചതാണ്, നിനക്കും ഇതുപോലെ ഒരവസ്ഥ ഉണ്ടാവും, നീ ഭൂമിയിൽ ജനിക്കാൻ ഇടയാവട്ടെ, ഒന്നും വയ്യാത്ത ഒരവസ്ഥ. അവസ്ഥയായിരുന്നു വിതുരർക്കുണ്ടായിരുന്നത്. മാണ്ഡൂകൻ ചോദിച്ചു, എന്തിനാ എന്നെ ഈ ശൂലത്തെ ഇരുത്തിയെ? നീ കുട്ടിക്കാലത്ത് തുമ്പിയെ പിടിച്ചിട്ട് ഈർക്കിന് കുത്തിക്കയറ്റി അതിന്റെ വാലില് ചെയ്തിട്ടുണ്ടോ? കുഞ്ഞിനാളിലെ ഈ തുമ്പി എന്ന് പറഞ്ഞ സാധനം അറിയാമോ? എന്തോ ഇവിടെ തുമ്പി എന്നാണോ പറയാ?
ആണോ? അതിനെ പിടിച്ച് തീർത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ടോ? വാലിലെങ്ങാനും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ എന്തിന്റെ മണ്ടക്കിരിക്കണം? ശൂലത്തിന്റെ മണ്ടക്കിരിക്കണം. ഓർത്ത് വെച്ചോണം. ചെയ്യുന്നതിനൊക്കെ ഉണ്ട് കിട്ടും. കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് ആ ശൂലത്തിന്റെ മുകളിൽ ഇരുത്തി മാണ്ഡൂക്യം പറഞ്ഞു, ഹേ ധർമ്മരാജ, 12 വയസ്സ് വരെ ചെയ്യുന്ന തെറ്റുകൾ ബോധപൂർവമല്ലാത്തത് കൊണ്ട് അതിന് ശിക്ഷ കൊടുക്കാൻ അധികാരമില്ലാത്ത നീ എന്നെ ഇത്തരത്തിൽ ശിക്ഷിച്ചതുകൊണ്ട് നിന്നെ ഞാൻ ക്ഷമിക്കുന്നു. ഭൂമിയിൽ പോയി പിറക്കാൻ ഇടവരട്ടെ. അങ്ങനെ വന്ന ആളാണ് വിതുരൻ. പരമസാധ്വിയായിരിക്കുന്ന ദാസിയുടെ പുത്രനായി പിറന്നു. വ്യാസനിലുണ്ടായിരുന്നു. അർത്ഥത്തിന്റെ പ്രതിരൂപമാണ് ധർമ്മപുത്ര ധൃതരാഷ്ട്ര. എന്താ കാരണം? തന്റെ മക്കള് അധർമ്മത്തിലേക്കാണ് പോണത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും മക്കളെ ശിക്ഷിക്കാൻ തയ്യാറാവാതെ, മക്കൾക്ക് വേണ്ടതായ മാർഗം പറഞ്ഞു കൊടുക്കാതെ, അവരെ അന്ധനായിട്ടിരുന്നു കൊണ്ട് അധർമ്മത്തിലേക്ക്, അർത്ഥത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവനാണ് ധൃതരാഷ്ട്രം. അത് അർത്ഥത്തിന്റെ പ്രതിരൂപം. കാമത്തിന്റെ പ്രതിരൂപമാണ് പാണ്ഡു. തന്റെ ഉള്ളിലുണ്ടായ കാമത്തെ അടക്കി വെക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് മാദ്രി എന്ന് പറയുന്ന തന്റെ ഭാര്യയെ പ്രാപിച്ച്, തനിക്ക് സ്ത്രീയെ പ്രാപിച്ചാൽ മരണമുണ്ടാകുമെന്ന് തിരിച്ചറിവുണ്ടായിട്ടും ആ ബോധമുള്ളിലുണ്ടായിട്ടും കാമമടക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് മാദ്രി എന്ന് പറയുന്ന തന്റെ ഭാര്യയെ പ്രണയിച്ച് അല്ലെ കടന്നുപിടിച്ച് ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ പോയപ്പോ പാണ്ഡുവിന് മരണമുണ്ടായി. ഇനി ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഇവിടെ ശ്രദ്ധിക്കണോ അതോ അവിടെ ശ്രദ്ധിക്കണോ? ഓരോരുത്തർക്കും നോട്ടം കണ്ടോ എത്ര കൂട്ടം കറിയുണ്ടോ നന്ദിട്ടാ പ്രധാന ബാക്കി കാര്യം. നാളെ മുതൽ നമുക്ക് 1:30 മണിക്കൂടെ വിളങ്ങിയാൽ മതി. അല്ലെ 12 മണിയാകുമ്പോഴേ ആൾക്കാർ വേദിയിൽ എഴുന്നേറ്റു. അപ്പൊ ശ്രദ്ധിക്കൂടെ, അങ്ങനെ 4 പുത്രന്മാരിൽ കൂടി ചതുർവിധ പുരുഷാർത്ഥത്തെ കാട്ടി തന്നിട്ട് പറഞ്ഞു, മോക്ഷം എന്നതാണ് ശാശ്വതമായിരിക്കുന്നത്. അതുകൊണ്ട് അവസാനം ശുകം ബ്രഹ്മർഷി എവിടെ നിന്നുണ്ടായി? അഗ്നിയിൽ നിന്ന് സൃഷ്ടമായിരിക്കുന്ന ശുകൻ. മോക്ഷത്തിന്റെ പ്രതിരൂപമാണ്. ആ ശ്രീശുക ബ്രഹ്മർഷിയാണ് പരീക്ഷിത മഹാരാജാവിന്റെ മുമ്പില് ആവിർഭവിച്ചത്. എന്തിന്? ഭാഗവതത്തെ ഉപദേശിച്ചു കൊടുക്കാൻ. കാരണം പരീക്ഷിത മഹാരാജാവ് ജന്മം കൊണ്ടപ്പോൾ തന്നെ ദൈവജ്ഞന്മാര് പ്രവചിച്ചു അത്രേ, ഭാഗവതം കേട്ടായിരിക്കും ഇവന്റെ ജീവൻ വെടിയണത്. ജാതകം കുറിച്ചത് കേട്ടപ്പോ ധർമ്മപുത്രനൊക്കെ സന്തുഷ്ടരായി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നാ പറയുന്നത്. എന്താ കാരണം? ഭാഗവതം കേട്ടിട്ട് മരണമുണ്ടാവുന്നെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം ജന്മത്തിൽ കിട്ടാൻ വേറെ ഒന്നും ഇല്ലാതെ. നമുക്ക് അങ്ങനെ വല്ല ആഗ്രഹം വല്ലതും ഉണ്ടോ? ഭാഗവതം കേട്ടോണ്ട് മരിക്കണമെന്ന് ഉണ്ടോ? വേണേ അപ്പൂപ്പന്റെ കൊച്ചുമോനെ കണ്ടിട്ടൊന്നും എത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ കിടക്കും. പക്ഷെ ആരെങ്കിലും ഭാഗവതം കേട്ടിട്ട് മരിച്ചാൽ മതി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഈശ്വരനാമം കേട്ടുകൊണ്ട് മരിക്കണം നമുക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് എങ്ങനെയും ഒന്ന് കുറെ കാലം ഇവിടെ കഴിഞ്ഞുകൂടണം, ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ കിടക്കണം, കുറെ കഴിയുമ്പോൾ ഇവിടുന്ന് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പോകണം. പറ്റുമെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ICU കിടന്നങ്ങ് പോകണം. അപ്പൊ വില അതിനാ അല്ലേ? ശാവാൻ പോലും ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ മരണത്തെ വരിക്കുന്നവരാണ്. സ്വസ്ഥമായിട്ട് മരിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ഉണ്ടോ? ICU കിടന്നാൽ സ്വസ്ഥമായിട്ട് മരിക്കാൻ പറ്റുമോ? പറ്റൂ? പറ്റത്തില്ല. മരണം വരിക്കുമ്പോ സ്വസ്ഥമായിട്ട് ഈ ദേഹത്ത് നിന്ന് ദേഹി വിട്ടുപോകാനുള്ള അവസ്ഥ ഉണ്ടാക്കി വെക്കണം.
അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, വെറുതെ മക്കളെ കടക്കാരാക്കരുത്. നമ്മളെ ചികിത്സിച്ചു ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് ബോധ്യം വന്നാൽ ഒരു ഹോസ്പിറ്റലിലും പോകരുത്. വീട്ടിൽ കിടന്ന് വല്ല പെയിൻ കില്ലറും കഴിച്ച് പൊക്കോണം. മക്കളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുണം അതാണ്. എന്താ കാരണം, എന്തായാലും കിട്ടത്തില്ല. ഇല്ല മറ്റേ സാധനം എടുത്താൽ അപ്പം പോന്നും പറഞ്ഞായിരിക്കണേ ഇല്ലേ? ലക്ഷങ്ങൾ കൊടുത്ത് മരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ അങ്ങനെ ചത്താലേ വല്ല ഗുണം കൊണ്ടോ? ഇനി അങ്ങനെ ICU കിടന്ന് ഈ മരിച്ചു കഴിഞ്ഞാൽ സ്വാമി സ്വർഗത്തിലൊരു സീറ്റ് കിട്ടും എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് മക്കളെയും മറ്റുള്ള കുടുംബാംഗങ്ങളെയും കടക്കാരാക്കാതിരിക്കാൻ നോക്കുക. മരണമാസന്നമായി തോന്നിയാൽ ഒരു ഹോസ്പിറ്റലിലും പോകരുത്. എവിടെങ്കിലും കട്ടിലയിലോ തറയിലോ നിവർന്ന് കിടക്കുക, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് കിടക്കുക. അതെങ്ങനെ അന്തരം സ്മരിക്കാൻ തോന്നണ്ടേ? കാരണം ബോധമുള്ള കാലത്തൊന്നും നാരായണ ജപിക്കാൻ തോന്നുന്നു, എങ്ങനെ അവസാന കാലത്ത് നാരായണ ജപിക്കാൻ തോന്നുന്നു? എന്റെ അയ്യോ പൊത്തേ താണ്ടേ തേണ്ടേന്ന് പറഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. അതിനാ ബോധമുള്ള കാലത്ത് നാരായണ ജപിച്ച് ശീലിക്കണം. ആ സ്വാമി ഭാഗവത്തിലുണ്ടല്ലോ, അജാമിളൻ അവസാനം നാരായണ എന്ന് വിളിച്ചപ്പോഴാണല്ലോ പുള്ളിയെ വന്നു കൊണ്ടുപോയ ചുമ്മാതാ. പുള്ളി ആരും എന്നും കൊണ്ടുപോയില്ല, വിളിച്ചപ്പോ വന്ന് രക്ഷിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ അന്നേരമൊന്നും എന്നും കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നാരായണ എന്ന് അവസാനം അജാമിളൻ വിളിച്ചു എങ്കിൽ അവന്റെ കുട്ടിക്കാലത്ത് അവൻ ശീലിച്ച ശീലം കൊണ്ട് അവസാനം നാരായണ വിളിച്ചു. അതുകൊണ്ട് ആ കുട്ടിക്കാലത്ത് ശീലിച്ചത് കൊണ്ടും പൂർവജന്മാർക്ക് സുഹൃതം കൊണ്ടും മകന് നാരായണ എന്ന് നാമധേയവും വിളിച്ചു. അതുകൊണ്ട് അവന്റെ നാവിൽ തന്റെ മകനെ നാരായണ 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 എന്ന് വിളിച്ച് നാവ് എവിടെ വഴങ്ങി? അവസാന നിമിഷവും നാരായണ എന്ന് വഴങ്ങി. നമ്മുടെയൊക്കെ വഴങ്ങുമോ? നോക്കത്തേ ഉള്ളൂ. കാരണം നമ്മുടെ പിള്ളേർക്ക് പോലും നമ്മൾ എന്തോ പരിട്ടിട്ടില്ല, ഭഗവാന്റെ പേരൊന്നും ഇട്ടിട്ടില്ല. ഓ, പിള്ളേരുടെയൊക്കെ പേരെന്തായിരിക്കും? കിട്ടു, മട്ടു, പട്ടു, ചെട്ടു, കിട്ടു. ചാവാന്നേരം കിടന്ന് മോനെ കിട്ടുവേ വെള്ളം കുടിക്കാൻ നീട്ടി വിളിക്കുന്നുണ്ടെ കിട്ടു. കേട്ടില്ലെങ്കിൽ നമ്മള് പെട്ടു, വെള്ളം കുടിക്കാതെ ആവാൻ. അപ്പൊ അങ്ങനെ പോലും നമുക്കൊരു സുഹൃത്തും ഇല്ല. സന്തതികൾക്ക് പോലും ഈശ്വരന്മാരുടെ അല്ലെ ഭഗവതിമാരുടെ നാമധേയം ഇട്ടുകൊണ്ട് അങ്ങനെ പോലും വിളിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ അവസാനം നാരായണ എന്ന് വിളിക്കുക? എന്റെ ചിറ്റയുടെ ഒരു അമ്മായിയമ്മയുണ്ട്, റാമോനായി 101 വയസ്സ് കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി കണ്ടു. ഒറ്റ ജപമേ ഉള്ളൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, കൃഷ്ണ അമ്മേ നാരായണ. ഇത് തന്നെയാണ് 101 കഴിഞ്ഞു. ആലോചിച്ചു. അപ്പൊ എത്രമാത്രം ഉള്ളിലായി ഈശ്വരീയമായ ചിന്ത കുട്ടിക്കാലം മുതലേ ഉണ്ടാക്കി അടിസ്ഥാനം അങ്ങനെ അടിത്തറ പാകി ഇട്ടിട്ട ഇന്നും ബോധമില്ലാഞ്ഞിട്ട് പോലും ഈ അമ്മേ നാരായണ എന്ന് ജപിക്കുന്ന ആലോചിച്ചു. നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റും തോന്നുന്നുണ്ടോ? പറ്റുമെന്ന്? അപ്പൊ പരീക്ഷിത മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോ അഗ്നിയിൽ നിന്ന് ശുദ്ധനായി വന്ന യാതൊരു വിധത്തിലുള്ള അഴുക്കും പുരളാത്ത മലമൊന്നും ബാധിക്കാത്ത ശ്രീശുക ബ്രഹ്മർഷി. അതാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തരത്തിലുള്ള മലവും ബാധിച്ചിട്ടില്ല, ഒരഴുക്കും പുരണ്ടിട്ടില്ല. നമ്മുടെയൊക്കെയോ നമ്മളൊക്കെ വന്നപ്പോ ഇതുപോലെ സുന്ദരനും സുന്ദരിയൊക്കെ ആയിരുന്നു.
എന്തെല്ലാം ഉണ്ടായിരുന്നു ഈ ശരീരത്തിന് പുറത്തല്ലേ? അല്ലേ? മൊത്തം ഏതാണ്ട് ഒരുമാതിരി കൊഴുപ്പ് പിടിച്ച സാധനം പോലെ അങ്ങോട്ട് വന്നല്ലേ. അതിനെ തൂത്തു മിനിക്ക് റെഡിയാക്കി കുട്ടപ്പനാക്കി കൈ കൊണ്ട് കൊടുത്തതുകൊണ്ട് നമ്മളെ മേടിച്ചത്. അല്ലെ മേടിക്കുമായിരുന്നോ? ആ പരുവത്തിൽ കിട്ടിയാൽ നമ്മൾ മേടിക്കുവോ? മേടിക്കത്തില്ല. ഇനി ആരുടെ പൊന്നു നമ്പരാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് കൊടുക്കില്ല, അപായം കൊണ്ട് കൊടുക്കും ഇല്ലേ? പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോ അന്ന് പുറത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഴുക്ക്. ഇന്നോ ഇന്ന് അകത്തും അഴുക്ക, പുറത്തും അഴുക്ക. സ്വാമി സന്തോഷം നോക്കിട്ടാ വിളിക്കുന്നതിനെ. എന്നാലും ഈ അഴുക്ക് പോകൂല, കാരണം പറ്റി പിടിച്ചു പോയതാ. പക്ഷെ യാതൊരുവിധ തരത്തിലുമുള്ള അഴുക്ക് പുരളാത്ത ശ്രീശുദ്ധ ബ്രഹ്മർഷി, കാരണം അഗ്നിയിൽ നിന്ന് ശുദ്ധനായി വന്നവനാണ്. നമ്മളും അതുപോലെ അഗ്നിശുദ്ധി വരുത്തണം. പറ്റുമോ? നമ്മളും നമ്മളെ അഗ്നിശുദ്ധി വരുത്തിയെടുക്കണം. എന്തിനാ? ഒരു വിധത്തിലുള്ള അഴുക്കും ബാധിക്കാതെ ഇരിക്കാൻ. അങ്ങനെ യാതൊരു വിധമാ തരത്തിലുമുള്ള അഴുക്ക് ഉരളാതെ ആയാൽ നമുക്കും ശ്രീശുദ്ധ ബ്രഹ്മർഷിയെ പോലെയാണ്. 16 വയസ്സ് പ്രായമുണ്ടായിട്ടും ദിഗംബരനായിട്ട് നൂൽബന്ധം പോലും ഇല്ലാതെ, പ്രപഞ്ചത്തിനോട് യാതൊരു വിധമായ താതാത്മ്യവും പ്രാപിക്കാതെ, ഒന്നിനോടും യാതൊരുവിധ മമത്വവും ഇല്ലാതെ, ഒന്നിനോടും യാതൊരു വിധമായ ഒട്ടലുമില്ലാതെ, സർവം ബ്രഹ്മം എന്ന ബോധത്തിൽ സർവം ആ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വിലയം പ്രാപിച്ച് പരമാനന്ദത്തിൽ മുഴുകി നടന്ന ശ്രീശുദ്ധ ബ്രഹ്മർഷി. നമുക്ക് എന്തിനോടെല്ലാം ഒട്ടലുണ്ടല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചക്കയിലൊക്കെ പൊട്ടിയ ഈച്ച പോലെ. ചക്കയിലൊക്കെ ചക്ക കണ്ടിട്ടില്ലേ? ചക്ക കണ്ടിട്ടില്ലേ? ചക്ക മുറിക്കുമ്പോ എന്തോ വരും? ചക്ക മുറിച്ചാൽ എന്തോ അതേ ഒഴുകി വരുന്നേ? ചക്ക എവിടെ എന്തോ ചക്കക്കറ, അതോ അരക്കെന്ന് പറയുമോ? പറയും. ഈ അരക്കയിൽ ഈച്ച കൊട്ടിയാൽ എന്തോ പറ്റും? അപ്പോഴേ പറഞ്ഞു പോകും. പിന്നെ അവിടെ നിന്ന് അനങ്ങൂല. അല്ലേ? അതുപോലല്ലേ നമ്മളോടും. നമുക്ക് എന്തിനോടെല്ലാം ഒട്ടല്? എല്ലാത്തിനോടും ഒട്ടലുണ്ടോ? ഉണ്ടോ? ഭർത്താവിനോട് ഒരു വശത്തൂടെ അത് അത്ര വലിയ ഒട്ടലൊന്നും ഇല്ല സ്വാമി. ഒരുമാതിരി മൈദാപശ പോലെ വേണമെങ്കിൽ വലിച്ചു ഞണക്കാം. ചെവിക്കൊന്നും അല്ല. ആണോ? ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടൊട്ടൽ, അച്ഛനമ്മമാർക്ക് മക്കളോടൊട്ടൽ. പിള്ളേർക്ക് പിന്നെ അച്ഛനമ്മമാരുടെ ഒരൊട്ടലും ഇല്ല. അവർക്ക് കാര്യം കാണാൻ ഇട്ടേക്ക് പോകണമെന്നുള്ളതല്ലാതെ ഒരു പിന്നെ അവർക്ക് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു കുഴിയിൽ കൊണ്ടിട്ടേക്കും. ഇല്ലേ? എവിടെ കൊണ്ടിടുന്നേ അവരെ? വൃദ്ധസദനത്തിൽ. കാരണം അവർക്ക് സുഖമായിട്ട് കിടക്കാൻ ഇത് 2 വലിയ തടസ്സമുണ്ടെങ്കിൽ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കൊണ്ട് വിട്ടേച്ച് കുറച്ച് പൈസ കൊടുത്താൽ അവരുടെ കാര്യമൊക്കെ. പക്ഷെ ഈ കൊണ്ടിടുമ്പോ അറിയണില്ല നാളെ നിന്റെയൊക്കെ ഉണ്ടാവാൻ പോണത് എന്നെ അവിടെ കൊണ്ടിടാൻ പോലും മെനക്കെടൂല എന്നുള്ളത് അറിയണില്ല എന്ന് മാത്രം. എന്താ ആർക്കൊരു ഉഷാറില്ലാതെ? ആരുടെയും മുഖത്തൊരു പ്രസന്ന കാണുന്നില്ല. അങ്ങനെ ഒരു സാധനത്തിനെ ഞാനിവിടെ കണ്ടു. പ്രസന്ന എന്ന് പറഞ്ഞൊരു സാധനത്തിനെ നിങ്ങളുടെ ആരുടെയും മുഖത്ത് കാണുന്നില്ല. അതെന്താ ഇല്ലാതെ? അവിടെ കിടക്കി തുടങ്ങിയിടാവേ, ഞങ്ങളെ കിടക്കി വിടാത്തോണ്ടാണോ? ആണോ? ആണെങ്കിൽ ഇപ്പോൾ ഇട്ടേക്ക, ഞാനില്ല. പിന്നെന്താ ഒരു സന്തോഷമില്ലാതെ? അത് കഴിഞ്ഞ വർഷം കൊണ്ട് ആദ്യം അത്രയും ലുക്കില്ലാത്തതുണ്ടായിരുന്നു. നീ അതുകൊണ്ട് വല്ല വന്നോ? എന്നെ പോലൊരു സുന്ദരം ലോകത്ത് വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കണേ. ആഴപ്പാടത്തെ ലോകത്ത് 2 സുന്ദരന്മാരേ ഉള്ളൂ. ഒന്ന് ഞാനും ഒന്ന് കിണ്ണനും. അപ്പൊ നിങ്ങൾ ഞാൻ സുന്ദരനല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അർത്ഥം? എന്നെ കാണാൻ കൊള്ളില്ലേ? ഇല്ലേ?
1 മണിക്ക് പോയാൽ പോരെ? മതിയോ? പോരാ, മതി. അപ്പോ പരീക്ഷിത് മഹാരാജാവ് കാണുന്ന ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ശുദ്ധി വരുത്തി സ്ഫുടം ചെയ്തെടുത്തതാണ്. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷിയോടാണ് സ്ഫുടം ചെയ്തെടുത്തിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ കാണുമ്പോ അവിടെ ദർഭാസനസ്ഥനായിരുന്ന പരീക്ഷിത് മഹാരാജാവ് എഴുന്നേറ്റ് വന്ദിച്ചു വേണ്ടവണ്ണം ശ്രീശുക ബ്രഹ്മർഷിയെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി. ഇന്നലെ നിങ്ങൾ കണ്ടുപോവോ ഈ ഉള്ളവൻ ഇങ്ങോട്ട് വന്നപ്പോ എന്താ കാണിച്ചത്? കണ്ടോ? എവിടെ? അന്നേരം ഞങ്ങൾ വീട്ടിലല്ലോ സ്വാമി, ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എല്ലൊക്കെ തന്നായിരുന്നു എനിക്ക് അവിടെ നിന്ന്. ഒന്നും കണ്ടില്ലേ? കാല് കഴുകി വസ്ത്രവും തന്ന് പൂർണ്ണകുംഭമൊക്കെ നൽകി എന്നെ അവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ? ഇല്ലായിരുന്നു. എന്തിനാ ഇത്രയൊക്കെ സാധനം തന്ന് വിളിച്ചോണ്ട് വന്നേ അവിടുന്ന്? സ്വാമി അങ്ങോട്ട് പിന്നെ നാളെ സപ്താഹം തുടങ്ങല്ലേ, നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചാലേ ഇവിടെ നിന്ന് നാളെ മുതൽ പറഞ്ഞു തുടങ്ങി 7-ാം ദിവസം എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ അങ്ങനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന്? ഓരോരുത്തരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട, സ്വീകരിക്കുകയും ചെയ്യേണ്ട ഓരോ രീതിയുണ്ട്. ആ സ്വീകരിക്കേണ്ടവരെ ആ വേണ്ടവണ്ണം സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടിരുത്തുമ്പോഴാണ് അത് വേണ്ടവണ്ണം ആ കർമ്മത്തിന്റെ തുടക്കമാവുക. അതുകൊണ്ടാണ് ചരണത്തിൽ എന്നാൽ തിരിഞ്ഞു പോലും നോക്കൂല. സ്വാമി വന്നോ, അവിടെ ഇനി വരുന്നേ കഴിക്കും. പിന്നെ രാത്രി 11 മണിക്ക് വല്ലതും കഴിക്കാൻ കിട്ടിയെങ്കിലായി. അങ്ങനെയുള്ളതും ഉണ്ട്. കാരണം അത് ഭാഗവതത്തിന്റെ മൂല്യം അറിയില്ല. ഇതുകൊണ്ട് വരുന്നവൻ എന്താണ് ഗുണം എന്നുള്ളതും അറിയില്ല. കാരണം ഭാഗവതത്തിന്റെ മൂല്യം അറിയാവുന്നവനെ ഭാഗവതം കൊണ്ട് വരുന്നവന്റെ മൂല്യം എന്താണെന്ന് അറിയത്തുള്ളൂ, അല്ലാത്തവർക്ക് അറിയാൻ കഴിയില്ല. കാരണം അത്രയ്ക്കുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇത് ആരാണ്ടൊക്കെ ബോധിപ്പിക്കാൻ ഏതാണ്ടൊക്കെ ഞങ്ങൾ ചെയ്തു കാണിക്കുന്നു എന്നതിന് അപ്പുറത്തോട്ട് വേറൊന്നുമില്ല. സപ്താഹം നടത്തിയ പിന്നെ ഗംഭീരമായിരുന്നു. 4 ലക്ഷം രൂപ മിച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൂപ്പർ സപ്താഹമായിരുന്നു. അപ്പൊ അങ്ങനെ സപ്താഹത്തെ വിലയിരുത്തുക, ആചാര്യനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എങ്ങനെയുണ്ട് ആചാര്യൻ? സൂപ്പർ. ഓ എന്നതായിരുന്നു. എല്ലാം കഴിഞ്ഞ 5 ലക്ഷം രൂപ മിച്ചം കിട്ടി. ഗംഭീരമായിരുന്നു സപ്താഹം. തന്നെയല്ലേ 15,000 പേര് വന്ന് ഉദ്ദേശം പോയി. സൂപ്പർ. ഇനി ഇച്ചിരി കുറവാണെങ്കിൽ എങ്ങനെ? കുഴപ്പമില്ല, ഒരുമാതിരി. ഒന്നും മിച്ചമില്ലെങ്കിലും കറക്റ്റായിട്ട് പോയി പറയാനാണ്. ഓ പോരാ, നമ്മൾ ഉദ്ദേശം പോലെ അങ്ങോട്ടായില്ല. ഇതാണ് ഇന്ന് സപ്താഹത്തിന്റെ ആചാര്യന്മാരുടെ വിലയിരുത്തൽ. ആ അവസ്ഥയിലേക്ക് പോയി. കാരണം ഭാഗവതത്തിന്റെ മൂല്യം അറിയാൻ വയ്യാത്തത് കൊണ്ട്, ഇതെന്തിനാ നടത്തുന്നതെന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട്, ഇത്തരത്തിൽ വരുന്ന ഭൗതികമായ അവസ്ഥയെ വിലയിരുത്തിക്കൊണ്ട് സപ്താഹയജ്ഞത്തെ വിലയിരുത്തുന്നു. ഔദ്യോഗിക കാശ് വരെ താങ്കൾ തീർച്ചയായും വേണം, ധനം വേണം, ബാലൻസ് ഉണ്ടാവണം, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടക്കണം, ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നടത്തണം, എല്ലാത്തിനും ധനം വേണം. പക്ഷെ അത് മാത്രമാണ് സപ്താഹയജ്ഞത്തിന്റെ ലക്ഷ്യം എന്ന് വരുമ്പോഴാണ് പ്രശ്നം. അവിടെ ഭാഗവതത്തിന് യാതൊരു വിധമായ മൂല്യവും ഇല്ലാതെയാവും. ഈശ്വരാധീനം കൊണ്ട് ഇവിടുന്ന് വിളിച്ച് സംസാരിച്ചപ്പോ എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ല. അത് വലിയൊരു ഗുണമായി. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങളോട് സംവദിക്കാൻ പറ്റും. കാരണം ഈ ടാർഗറ്റ് ഇടുമ്പോഴാണ് ഈ പ്രശ്നം. ആ ഭാഗവതത്തിന്റെ മൂല്യം അറിയാവുന്നത് കൊണ്ടും ഭാഗവതം പറയാൻ വരുന്നവനെ ഏത് തരത്തിൽ വേണം സ്വീകരിക്കാനെന്നും അറിയാവുന്ന മൂല്യബോധമുള്ളത് കൊണ്ടാണ് അവിടുന്ന് സ്വീകരിച്ച് ആനയിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്.
അപ്പൊ ഓരോരുത്തരെയും സ്വീകരിക്കേണ്ട, ആദരിക്കേണ്ടതായ ഓരോ രീതിയുണ്ട്. അതിനനുസൃതമായിട്ട് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് അവരെ ഇരുത്തേണ്ടതായ ഇടങ്ങളിൽ ഇരുത്തുമ്പോഴാണ് അത് വേണ്ടവണ്ണമുള്ള തുടക്കമാകുക, അതിനെ വേണ്ടവണ്ണം സമർപ്പിക്കാനും സാധ്യമാകുക. അതുകൊണ്ട് ജ്ഞാനിയായിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷിയെ കണ്ടത് എല്ലാവരും എഴുന്നേറ്റു. ശ്രീ പരീക്ഷിത്ത് മഹാരാജാവും എഴുന്നേറ്റു. സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന എവിടെയാണോ ഇരുത്തേണ്ടത് ആ പീഠത്തിലേക്ക് ഇരുത്തി വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയുണ്ട്. ഒരാളെ വിളിച്ചു വരുത്തിയാൽ മാത്രം പോരാ, സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തിയാൽ മാത്രം പോരാ, വേണ്ട ഉപചാരങ്ങൾ ചെയ്യണം. അങ്ങനെയുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയെ, ശ്രീശുഖ ബ്രഹ്മർഷിയെ, ഗുരുനാഥ, എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി? എവിടുന്ന് രക്ഷപ്പെടാൻ? ഈ ജീവനെ അല്ലെങ്കിൽ ഈ മരണ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഉപാധി? ആ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് പരമപ്രധാനം. നമുക്കെല്ലാം വിട്ടുമാറാത്ത ഒരു ഭയവും ഈ മരണഭയം. ആ മരണഭയത്തിൽ നിന്ന് മുക്തമാവാനുള്ള ഉപാധിയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഏതെല്ലാം വിധത്തിൽ നമ്മൾ മുൻപോട്ട് നീങ്ങിയാൽ, ഏത് തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് നയിച്ചാൽ നമുക്ക് ഈ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം. മരിക്കാതിരിക്കാനുള്ള ഉപാധിയല്ല, മരണഭയത്തിൽ നിന്ന് മുക്തമാവാനുള്ള ഉപാധി. അതിനെയാണ് പിന്നീട് ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് വൈകുന്നേരമാട്ടെ. ഇപ്പൊ പലരും പലയിടത്തുനിന്നും പൊഴിഞ്ഞു തുടങ്ങി. ഇനി ഞാനിരുന്ന വീണ്ടും പൊഴി. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ, സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തുക എന്നുള്ളതാണ് നല്ലതല്ലേ. ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നതിന്റെ അർത്ഥം എന്താ? താൻ പറഞ്ഞത് മതി, ഞങ്ങൾക്ക് വിശക്കണം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ബാക്കി വൈകുന്നേരം നോക്കാം. വൈകുന്നേരം 6 മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപം ഉണ്ടാവും. അത് കഴിഞ്ഞ് ക്ഷേത്ര ദീപാരാധന കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നാമജപം ഉണ്ടാവും. അതിനുശേഷം